ക്യാൻവയിൽ ഇമേജസിലും ടെക്സ്റ്റിലും എങ്ങനെ ഷാഡോ ആഡ് ചെയ്യാം എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിന് ആദ്യമായി ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആവശ്യമായ ഒരു സൈസ് ചൂസ് ചെയ്യുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു സൈസാണ് ചൂസ് ചെയ്തത്. ഒരു ബ്ലാങ്ക് പേജ് ഓപ്പണായി വന്നു. ഈ പേജിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നതിനായി ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ള കളർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ യെല്ലോ കളറാണ് ചൂസ് ചെയ്തത്. ശേഷം എലമെൻസിൽ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ഇതിനായി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഒരു ഇമേജാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്യാൻവ പ്രോ വെർഷനിൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഇമേജുകൾ ലഭ്യമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഗൂഗിളിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്താൽ പല വെബ്സൈറ്റുകളും ലഭ്യമാകുന്നതാണ്. അതിൽ നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാവുന്നതാണ്. ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നതാണ് അടുത്ത പ്രോസസ്സ്. അതിനായി ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് എഡിറ്റ് ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം അഡ്ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് കുറക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ കോൺട്രാസ്റ്റിലും അല്പം ചേഞ്ചസ് വരുത്തുന്നുണ്ട്. കോൺട്രാസ്റ്റ് അല്പം കൂട്ടുന്നുണ്ട്. ഇനി എഫക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ബ്ലർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇമേജ് ബ്ലർ ആക്കേണ്ടതുണ്ട്. ഇതിന് ഹോൾ ഇമേജ് ക്ലിക്ക് ചെയ്ത് ഇൻറ്റൻസിറ്റി കൂട്ടുന്നു. എഡിറ്റ് ചെയ്യുന്നത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ബ്ലറിലും കോൺട്രാസ്റ്റിലും ബ്രൈറ്റ്നസ്സിലും ഒക്കെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ശേഷം നമ്മൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്യുകയാണ്. ഒന്നിനു മുകളിൽ ഒന്നായി പ്ലേസ് ചെയ്യുകയാണ്. ഇനി അടുത്തതായി വേണ്ടത് പൊസിഷൻ എന്ന ഓപ്ഷനാണ്. പൊസിഷനിൽ നമ്മൾ ബാക്ക്വേർഡ് ക്ലിക്ക് ചെയ്യുക. ഷാഡോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമേജ് ഒറിജിനൽ ഇമേജിൻ്റെ പുറകുവശത്ത് പോകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ശേഷം രണ്ട് ഇമേജും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ തെളിയുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇമേജസും ഒന്നാവുന്നതാണ്. ശേഷം അത് പ്രോപ്പറായി ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. ഗ്രൂപ്പിംഗ് ഓപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടെക്സ്റ്റ് ഓപ്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് ലെഫ്റ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് ബാർ ക്ലിക്ക് ചെയ്യുക. അതിൽ ഹെഡിങ് സെലക്ട് ചെയ്യുക. ഏത് ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ആവശ്യമായ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റിൽ എങ്ങനെ ഷാഡോ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനായി ടെക്സ്റ്റ് ബാർ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ഒന്നിനാണ് നമ്മൾ എഡിറ്റ് വരുത്താൻ പോകുന്നത്. ആദ്യത്തെ ടെക്സ്റ്റ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒരു വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ശേഷം രണ്ടാമത്തെ ടെക്സ്റ്റ് ഷാഡോ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ട്രാൻസ്പാരൻസി ആണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ ട്രാൻസ്പാരൻസി ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്പാരൻസി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ട്രാൻസ്പാരൻസി കുറയ്ക്കുകയാണ്. ശേഷം ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ മുകളിലായി അത് പ്ലേസ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി മാറ്റാൻ പോകുന്നത് പൊസിഷനാണ്. റൈറ്റ് സൈഡിലുള്ള പൊസിഷൻ ബാറിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്വേർഡ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ബാക്ക്വേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഷാഡോ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ പിറകിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റിന് ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്തതായി കാണാം. നെക്സ്റ്റ് ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരുമിച്ച് ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യുക. ശേഷം ഗ്രൂപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഒറിജിനൽ ടെക്സ്റ്റും ഷാഡോ ചെയ്ത ടെക്സ്റ്റും ഇപ്പോൾ ഒരുമിച്ചാവുന്നതാണ്. ഇനി നമുക്കത് ഒരുമിച്ച് മൂവ് ചെയ്യുന്നതിനും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. അതാണ് ഗ്രൂപ്പിങ്ങിൻ്റെ ഒരു ഉപയോഗം. ശേഷം നമുക്ക് ലൈൻ സ്പേസിംഗ് ചെയ്യാം. അതിന് ഈ ബാറിൽ ക്ലിക്ക് ചെയ്യുക. ലെറ്റർ സ്പേസിംഗ് ആവശ്യമായ രീതിയിൽ വരുത്തുക. ലൈൻ സ്പേസിംഗ് കൂടി വരുത്തിയാൽ നമുക്ക് രണ്ട് വരികൾക്കിടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം പ്രോപ്പറായി ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് ഫോണ്ട് ഓപ്ഷനുകളിൽ മാറ്റം വരുത്തിയും
ടെക്സ്റ്റിൻ്റെ ട്രാൻസ്പാരൻസിയിൽ മാറ്റം വരുത്തിയും കളറുകളിൽ മാറ്റം വരുത്തിയും ഇമേജിൻ്റേതാണെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷൻസിൽ മാറ്റം വരുത്തിയും പല രീതിയിലുള്ള ഷാഡോ ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടി പല ഡിസൈൻ ഇൻസ്പിറേഷൻസും റെഫർ ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.